Thank you so much. Thank you, bro. Thank you so much. Hi. അവിടെ നിൽക്കില്ല. ഞാൻ പുറത്തിറങ്ങാം. പുറത്ത് നിൽക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? പറയാം ബ്രോ. ഞാൻ പുറത്തിറങ്ങാം. ഞാൻ പോകില്ല. ഒന്ന് ഗ്യാപ്പിട്ട് കുഴപ്പമില്ല. കുറച്ച് ബ്രോ എല്ലാവർക്കും കിട്ടുമോ? ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ തന്നിട്ടേ പോത്തുള്ളൂ. ഓക്കെ ബ്രോ. ആർക്കും സൈഡിലോട്ട് നിൽക്കാം. മാറോ. ഞാൻ ഹാപ്പിയാണ്. 90 ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ. കാരണം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുക, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ട്രൈ ചെയ്തു. എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി. 90 ദിവസത്തോളം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു. അതിന് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നേരത്തെ ആരും ചോദിച്ച പോലെ എവിക്ഷൻ്റെ കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ എവിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുക. ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി, എങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം തിരുത്തേണ്ടത് ഞാൻ ഉറപ്പായിട്ടും തിരുത്തും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കമ്പൈൻ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്താൻ തോന്നുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് ഇപ്പോൾ നേരത്തെ ചോദിച്ചാൽ ഒരു കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല. ഞാനവിടെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു 45-ാം ദിവസം തിരിച്ച് കയറി ചെന്നിട്ട് 60-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് 2 ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എനിക്ക് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം, അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കൊരു പെർ ഡേയിൽ 12ഓളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല. മേ ബി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം. പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തതൊന്നുമല്ല. അതെനിക്ക് മനസ്സിൽ നിന്ന് വന്ന സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് ജീവിതകാലത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൽ മാറ്റം ഉണ്ടാവില്ല.